ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ കർക്കിടകം ആകുമ്പോൾ എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ടല്ലോ. പക്ഷെ അതിനൊരു പ്രത്യേക കൂട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതെൻ്റെ വീട്ടിലെ അമ്മ സാധാരണ തയ്യാറാക്കാറുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഈ കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഈ കഞ്ഞി നമ്മൾ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ചെറുപയർ 3 ടേബിൾ സ്പൂൺ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇത് ഏകദേശം ഒരു 25 ചെറിയ ഉള്ളി വരും. കുറച്ച് ചെറിയ സൈസാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 25 എണ്ണം എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പകുതി എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ്, 1 ടേബിൾ സ്പൂൺ ചെമ്പ പച്ചരി അല്ലെങ്കിൽ ചുവന്ന പച്ചരി, 3/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി വേണം. നമ്മൾ എത്ര ചുവന്ന ഉള്ളി എടുക്കുന്നോ ഏകദേശം അതിൻ്റെ പകുതി വെളുത്തുള്ളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 25 ചെറിയ ഉള്ളി ഉണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിലും ചേർക്കാം, ഒരു 15 അല്ലി വെളുത്തുള്ളി വരെ വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം വേണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതുപോലെ വളരെ ചെറിയൊരു കഷ്ണം മതിയാവും. പിന്നെ 2 കാന്താരി മുളക്. ഞാനിവിടെ വെള്ളക്കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനേക്കാളും ചെറിയ ടൈപ്പ് കാന്താരി ഉണ്ട്, അത് ഉപയോഗിച്ചാലും മതിയാവും. ഈ കാന്താരി മുളക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വേറെ മുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാന്താരി മുളക് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ സാധാരണ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു കഞ്ഞി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഒരു റെസിപ്പി ഫോളോ ചെയ്യുമല്ലോ നമ്മൾ. അത് കറക്റ്റ് ആയുർവേദത്തിൽ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് മാറ്റം വേണമെങ്കിലും ഇതിനകത്ത് വരുത്താം. ഇതെൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് കർക്കിടകം ആകുമ്പോൾ വെച്ച് കഴിക്കുന്ന ഒരു കഞ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. എല്ലാത്തിൻ്റെയും അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നിനും കൃത്യമായിട്ടുള്ളൊരു അളവൊന്നുമില്ല. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും തയ്യാറാക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ നുറുക്ക് ഗോതമ്പും പച്ചരിയും കൂടി ഒന്ന് കഴുകി എടുത്തിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒരു ചെറിയ കലം എടുക്കാം. ഇതിനകത്താണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഏത് പാൻ എടുത്താലും മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചെറുപയർ ചേർക്കുവാണ്. ഇനി നുറുക്ക് ഗോതമ്പ് ഞാനൊന്ന് കഴുകിയെടുത്തു, അത് ചേർക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ പച്ചരി ഒന്ന് കഴുകിയെടുത്തിട്ട് ചേർക്കണം. പച്ചരി ചേർത്തു. ഇനി ഇതിനകത്തേക്ക് 3/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി കാന്താരി മുളക് ചേർക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു 2-3 പീസായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളവും ഉപ്പും മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പം ഇതിനകത്തേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. അപ്പം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. കാരണം കഞ്ഞി വെന്ത് വരുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ അത് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. ഞാനിത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചു. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെക്കാം. ഇനി ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കഞ്ഞിയായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. പക്ഷേ ഇത് ഒത്തിരി ലൂസ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അത് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കഞ്ഞി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. കഞ്ഞി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതിനുശേഷം വെന്ത് വന്ന സമയത്ത് എനിക്ക് കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയതുകൊണ്ട് 1/2 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി 3.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. 40 മിനിറ്റ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പയറും അരിയും ഗോതമ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഈ 1/4 ടീസ്പൂൺ ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിനകത്തേക്ക്. പക്ഷേ ഈ കഞ്ഞിക്ക് കയ്പൊന്നും ഉണ്ടാകത്തില്ല. വെന്ത് വരുമ്പോൾ ആ ഉലുവയുടെ കയ്പൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.